ഹായ് ഗായ്സ്, ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ കേട്ടോ. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വയനാട്ടിലേക്ക് പോവാണ്. വയനാട്ടിലുള്ള ആരോടും പറഞ്ഞിട്ടില്ല ഇന്ന് വരുന്ന കാര്യം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. അപ്പോൾ അതാ കാടെത്തി. രാത്രി ഞങ്ങളൊരു ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നല്ല ലേറ്റായി കാട്ടിലൂടെ പോകാൻ കേട്ടോ. അപ്പോൾ ആനയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു പേടിച്ചാണ് നമ്മൾ പോകുന്നത്. അധികവും ആനേനെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് ടൗണിലെത്തി. നമ്മൾ ഫുഡ് കഴിച്ചാൽ അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വരുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വീട്ടിലൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ വീടെത്തി കേട്ടോ. വീടെത്തിക്കഴിഞ്ഞപ്പോൾ അതാ എല്ലാവരും തന്നെ കോനായിലിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വാതിലിൽ മുട്ടി പുറത്തിറക്കാം. പക്ഷേ അവർ കോനായിലിരിക്കുന്നതുകൊണ്ട് അതങ്ങ് പൊളിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ ചിരിച്ച് നിൽക്കുന്ന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. നിങ്ങൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഇതാരാ വരുന്നേ? അമ്മ എന്നെ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത്, അമ്മേനോട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങിയോ എന്നെല്ലാം ചോദിച്ചിട്ട് അത്ര നേരെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി. അപ്പോൾ അമ്മ പറയുന്നത് ഇതെന്താ പറയാണ്ട് വന്നേ, പറയണ്ടായിരുന്നോ എന്നല്ല അമ്മ ഇങ്ങനെ പറയുന്ന കേട്ടോ. അപ്പോൾ അത് അമ്മയെല്ലാം ചിരിച്ച് നിൽക്കുന്നത്. ഞാൻ പിങ്കിക്ക് 2 മിഠായി വാങ്ങിയിട്ടുണ്ട്. പിങ്കിക്ക് ഭയങ്കര നാണാട്ടോ. പക്ഷേ അങ്ങ് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ആൾ പോക്കിരിയല്ല കില്ലാടിയല്ല അതിലും മേലെ വല്ലതുമാണേ. അപ്പോൾ പ്രജീഷ് ചേട്ടൻ്റെ പുതിയ ഷർട്ട് എങ്ങനെയുണ്ടെന്നല്ല അമ്മയോട് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു സൂപ്പറാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ 2-3 നൈറ്റി എല്ലാം കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഈ കളറുകളൊന്നും ഇഷ്ടപ്പെടില്ല. അമ്മയ്ക്ക് എന്നാ പറയുന്ന ലൈറ്റ് റോസ്, അത് ഇത് റോസ് വിട്ടുള്ള കളിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇതെല്ലാം ചേരും, അമ്മ ഇതെല്ലാം അങ്ങ് ഇടുകയെന്ന് പറഞ്ഞ് അമ്മേനെ നിർബന്ധിക്കുന്ന. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് ഇത് ചുരിദാർ അടിക്കാൻ നല്ലതാണെന്നല്ലൊക്കെ ചേച്ചി അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും ഇപ്പം കിട്ടും, നീ നോക്കിയിരുന്നോ എന്നെല്ലാം ചേച്ചിയും പറയുന്നുണ്ട്. അപ്പോൾ ടി വിക്ക് എന്തോ പറ്റി ചാനലൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ അതൊന്ന് റെഡിയാക്കിത്താ, ഇനി മറന്നുപോയാൽ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് പ്രജീഷാണ് അത് ശരിയാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരപ്പോഴത്തേക്ക് സെറ്റായേ കളി തുടങ്ങി. അവർ വന്ന പാട് കുറച്ച് പരിഭവം വഴക്കമല്ല ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ 3 ഒറ്റക്കെട്ടാണ്. അപ്പോൾ അത് അമ്മമ്മേൻ്റെ മടിയിലിരിക്കാൻ മത്സരമാണ്. അപ്പോൾ അമ്മ 2 പിടിച്ചങ്ങ് മടിയിലിരുത്തി ആട്ടലങ്ങ് തുടങ്ങി. ആട്ടി പിന്നെ 2 കൂടി അമ്മേനെ ആട്ടാൻ തുടങ്ങി. അമ്മേനെ ആട്ടി അമ്മയ്ക്കാണെങ്കിൽ തലകറക്കം തുടങ്ങി. അങ്ങനത്തെ അവസ്ഥയായി. പിന്നെ ഞങ്ങളെല്ലാവരും കിടക്കാൻ വന്ന് കഥകൾ പറഞ്ഞിട്ടും തരുന്നില്ല. അപ്പോൾ ചേച്ചി എല്ലായിട്ട് ഇവിടെ കുറേ നാളായി ഞങ്ങൾ ഒത്തുകൂടിയിട്ട്. ഞങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെ ഞങ്ങളുള്ളപ്പോൾ ചേച്ചി ഉണ്ടാവില്ല, ചേച്ചി ഉള്ളപ്പോൾ ഞങ്ങളുണ്ടാവില്ല. അപ്പോൾ ഇതാ ഞങ്ങളുടെ പിങ്കി മോള കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളെല്ലാം 100,000 കഥകൾ ഇങ്ങനെ ഇരുന്ന് പറയുന്ന. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാം.